മിഥുൻ, ഇപ്പോൾ ശബരിമലയിലെ അവിടെ സ്വർണം പൂശിയിരുന്ന ആ സ്വർണം കാണാനില്ല. ഇതിപ്പോൾ സാധാരണ എന്ത് ആരോപണം ഉണ്ടാകുമ്പോഴും സഖാക്കന്മാരും സൈബർ സഖാക്കന്മാരും എല്ലാം പറയുന്ന ഒരു കാര്യമാണ്, വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് അവരെ തകർക്കാൻ ശ്രമിക്കുന്നു. ഇത് വ്യാജ ആരോപണമല്ല എന്ന് പകൽ പോലെ വ്യക്തമാണ്. അവിടെ സ്വർണം ഉണ്ടായിരുന്നു, സ്വർണം പൂശിയതാണ്, അതിന് പല സ്വർണം പൊതിഞ്ഞതാണ്. എന്തായാലും സ്വർണം അവിടെ ഉണ്ടായിരുന്നു. ആ സ്വർണം ഇവര് പുതുക്കി പണിയാൻ പോയിട്ട് അതിപ്പോ ചെമ്പായി മാറി. സ്വർണം ഒന്ന് മിനുക്കുമ്പോൾ അത് ചെമ്പായി മാറിയ ആ ഒരു പ്രതിഭാസം ഇവരെങ്ങനെയാണ് നടപ്പിലാക്കിയെന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഇത് വ്യാജ ആരോപണമാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർ പുതിയ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയാണ്. അത് VD സതീശന്റെ തലയിൽ വെക്കാൻ നോക്കുന്നു. പിന്നെ അടുത്ത് ഈ ഓരോ അവതാരങ്ങളെ കൊണ്ടിറക്കുകയാണ്. എന്തിനാണ്? അവരുടെ തലയിൽ വെച്ച് ഇവർ കൊടിയാൻ. പക്ഷേ ഈ 9 കൊല്ലമായി ഇടതുപക്ഷം തന്നെയാണ് ഈ കേരളം ഭരിക്കുന്നതും ദേവസ്വം ഭരിക്കുന്നതും എല്ലാം. കടകംപള്ളി സുരേന്ദ്രനായിരുന്നു, അത് കഴിഞ്ഞിപ്പോൾ വാസവൻ ഭരിക്കുന്നു. ഇവരെല്ലാം പിന്നെ അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കിയതിൽ ഒരു പ്രധാന ഉദ്ദേശം, ശരി, അയാളുടെ മോറൽ സൈഡ് എന്തായിക്കോട്ടെ, അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക, അതൊക്കെ വേറെ വിഷയമാണ്. പക്ഷെ രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിന് ഒരു നല്ല രീതിയിൽ കൊടുത്തുകൊണ്ടിരുന്ന ഒരാൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തെ ഒതുക്കിയതായിട്ട് ഇവരങ്ങ് സമാധാനിച്ചു. പക്ഷെ അദ്ദേഹം വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ സ്വർണ്ണപ്പാളി കട്ട സംഭവത്തിൽ ഇപ്പൊ പുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ചോദ്യത്തിന് ഈ സർക്കാർ ഉത്തരം പറഞ്ഞേ മതിയാവൂ എന്ന് ആ ചോദ്യം ആവർത്തിച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 9 വർഷമായി ഇവർ ഈ കടകംപള്ളി സുരേന്ദ്രനും വാസവനും അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഇവർ മറുപടി പറയണം. ഇപ്പോൾ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് ആ ആശുപത്രിയിൽ മരുന്നില്ല, ചികിത്സാ സൗകര്യങ്ങളില്ല, കെട്ടിടം പൊളിഞ്ഞു വീണു, അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം ആ വകുപ്പ് മന്ത്രിമാർക്കുണ്ട്, ഇല്ലേ? അതുപോലെ തന്നെ ദേവസ്വവുമായി, അതായത് ഈ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള മറ്റേത് അമ്പലങ്ങളെക്കാളും ഏറ്റവും വരുമാനമുള്ള, അതായത് വരുമാനമില്ലാത്ത മറ്റ് അമ്പലങ്ങളിലെ ജീവനക്കാരെ പോലും നിലനിർത്തിക്കൊണ്ടു പോകാൻ പ്രാപ്തമായിട്ടുള്ള ശബരിമല, ഇത്രയധികം ഭക്തലക്ഷങ്ങൾ എല്ലാ വർഷവും പോകുന്നു, ഇത്രയും വരുമാനമുള്ള ശബരിമല, ഈ കൃത്യമായ ഓഡിറ്റിംഗ് ഉള്ള, എല്ലാത്തിലും നിരീക്ഷണമുള്ള, അതായത് ഏറെ ശ്രദ്ധേയമായ ഒരു ആരാധനാലയമാണ് ശബരിമല. അവിടെ ഇത്രയും വലിയ അഴിമതി എന്ന് തന്നെ, അതായത് മോഷ്ടിച്ചുകൊണ്ട് പോക്ക് എന്ന് തന്നെ പറയാം. അതിനെ ആര് നടത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഇവരാരോപിക്കുന്ന പോലെ അതിന്റെ പിന്നിൽ VD സതീശനാണെന്നിരിക്കട്ടെ, ഇവരിപ്പോ പറയുന്നത് അതാണല്ലോ, എന്നാൽ പോലും ആ ഒരു പ്രതിപക്ഷ നേതാവിന് അത് നിയന്ത്രിക്കാൻ പറ്റിയെങ്കിൽ ശരിക്കും ഈ കടകംപള്ളിയും വാസവനും എന്താണ് ചെയ്യേണ്ടത്? അവിടെ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരാണ്. വേറെ എന്തെങ്കിലും പണിക്ക് പോകാൻ പറയണം ഇവരോട്. എന്തിനാണ് അവർ ആ ഒരു സ്ഥാനം വഹിക്കാനിരിക്കുന്നത്? അപ്പോൾ ഇതിന് ഉത്തരം പറയേണ്ടത് ഇവർ തന്നെയാണ്. അത് ആരുടെ തലയിലും ചാരി വെച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇതിന് കൃത്യമായ മറുപടി ഇവിടുത്തെ ഭക്തർക്ക് മാത്രമല്ല അവർ കൊടുക്കേണ്ടത്. ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, ഭഗവാൻ എന്തിനാണ് സ്വർണം കൊടുത്തത്? അത് ഈ കുറെ ന്യായീകരണ തൊഴിലാളികളുണ്ടല്ലോ, അതായത് വിഷയം മാറ്റി വിടുക എന്നുള്ള രീതിയിൽ. എന്തിനാണ് ഭഗവാന് സ്വർണം കൊടുത്തോ അവല് കൊടുത്തോ വെള്ളി കൊടുത്തോ എന്നല്ല അവർ അന്വേഷിക്കേണ്ടത്. ഉത്തരവാദപ്പെട്ടവർ അതവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. അത് വേറൊരാൾക്ക് കട്ടുകൊണ്ട് പോകാനുള്ള അവസരം ഇവരുണ്ട്, ഇവർക്ക് എത്ര അതിൽ പങ്ക് കിട്ടി എന്നെല്ലാം ഈ LDF ഇതുവരെ ഉണ്ടായ ആരോപണങ്ങൾ എല്ലാം ഇവർ കളഞ്ഞോട്ടെ. പക്ഷെ ഇത് വ്യക്തമായി ഇവിടെ തെളിവുകൾ സഹിതം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇതിനുള്ള മറുപടി അവർ പറഞ്ഞേ പറ്റുള്ളൂ. ഇതിൽ നിന്ന് ശ്രദ്ധ മാറ്റി പോകാൻ വേണ്ടിയിട്ട് ഇവർ പല നമ്പറുകളും ഇറക്കുന്നുണ്ട്. KB ഗണേഷ് കുമാറിനെ ഇറക്കി ആക്രി കുപ്പി പറക്കാൻ പറഞ്ഞു വിട്ടു. അപ്പൊ കുറച്ച് ഷോ കാണിച്ച് ആക്രി കുപ്പി പറക്കി ഒരു ഷോ കാണിക്കുമ്പോ വിചാരിച്ച ആൾക്കാരല്ല അതിന്റെ പുറകെ പോയില്ല. ആൾക്കാർ ഇത് മറന്നിട്ടില്ല. ഇതിന് വ്യക്തമായ ഉത്തരം ഈ LDF സർക്കാർ തന്നേ പറ്റൂ. അല്ല, ഇത് വലിയ ഗൗരവതരമായ ഒരു കാര്യമാണ്. ശബരിമലയിലെ സ്വർണം കാണാതായെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് വലിയ ഗൗരവതരമായ വിഷയം. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് പോലും ഇത്തരം ഒരു സംഭവം നമ്മൾ മുൻപ് കേട്ടിട്ടുണ്ടോ എന്നത് സംശയമാണ്. അത്തരത്തിലൊരു സംഭവമാണ്. ചേച്ചി ഇപ്പം പറഞ്ഞല്ലോ ഈ ദേവസ്വം ബോർഡ് ബന്ധപ്പെട്ട്. ഇന്നലെ ചർച്ചയിൽ ഒരാൾ പറയുന്നത് ഈ ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് തന്നെ ശബരിമലയാണ്. ആ ദേവസ്വം ബോർഡ് നിലനിന്ന് പോകുന്നത് ശബരിമല എന്ന് പറയുന്ന ഒരു അമ്പലം കൊണ്ടാണ്. അതുകൊണ്ട് അത്രയ്ക്കും നല്ല വരുമാനമുള്ള ഒരു അമ്പലമാണ് ശബരിമല എന്ന് പറയുന്നത്. കാരണം ലോകത്ത് നിന്നുള്ള വിവിധ നാനാ ജാതി മതസ്ഥരെല്ലാം തന്നെ വരുന്ന ഒരു അമ്പലമാണ്. ജാതി മതമൊന്നുമില്ല, എല്ലാവരും വരുന്നു, അവർക്ക് തോന്നുന്നതെല്ലാം കൊടുക്കുകയാണ്. അവരെ അയ്യന് വേണ്ടി സമർപ്പിക്കുക എന്നാണ് പറയുന്നത്. അവരുടെ കയ്യിലുള്ളത് ഒരു മലയാളികളായിരിക്കത്തില്ല, പക്ഷെ വിദേശത്ത് നിന്ന് വരുന്നവരൊക്കെ തന്നെ അവരത് നോക്കത്തില്ല, എന്താണ് സ്വർണ്ണമാണ് കൈ കിടക്കുന്ന, ആ രീതിയിലുള്ള വരുമാനമുള്ള ഒരു അമ്പലമാണ്. അവിടെ അതേപോലെ ഒരു ഭക്തൻ നമുക്കറിയാം, വിജയമല്യ എന്ന് പറയുന്ന ഒരു വ്യവസായ, അദ്ദേഹം മുൻപ് അതിനുള്ള സ്വത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആ വലിയ രീതിയിൽ നിന്ന ഒരാളാണ് അദ്ദേഹം. ഇപ്പൊ അദ്ദേഹത്തിന്റെ അവസ്ഥ മോശമാണ്.
പക്ഷേ ആ സമയത്ത് അദ്ദേഹത്തിന്റെ പ്രൈം ടൈമിൽ നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന പോലെ 30 കിലോയിലധികം സ്വർണം ഉപയോഗിച്ചുകൊണ്ട് അവിടെ സ്വർണം അത് 24 24 ക്യാരറ്റ് സ്വർണ്ണമാണ് ഈ പറയുന്ന പോലെ അവിടെ വിവിധ ഇടങ്ങളിൽ സന്നിധാനത്ത് വിവിധ ഇടങ്ങളിലുണ്ട്. അതിനകത്തൊന്നാണ് ഈ ദ്വാരപാലക ശില്പങ്ങൾ. ഒപ്പം തന്നെ അതിന്റെ വാതിലുണ്ട്, അതുമായി ബന്ധപ്പെട്ട കട്ടളപ്പടികളുണ്ട്, പിന്നെ അതിന്റെ മേൽക്കൂരയുണ്ട്. എല്ലായിടത്തും ഇങ്ങനെ സ്വർണം പൂശി സ്വർണം പതിച്ചിട്ടുണ്ട്. അത് അന്നത്തെ ആൾക്കാരൊക്കെ തന്നെ അത് സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോഴ് അവിടുന്ന് ഈ പറയുന്ന വിജയമല്യ 98 പതിപ്പിച്ച ഈ സ്വർണം ഈ ദ്വാരപാലക ശില്പങ്ങളിൽ ഇപ്പൊ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് ആ ദ്വാരപാലക ശില്പങ്ങളിൽ വിജയമല്യ പതിപ്പിച്ചിരിക്കുന്ന സ്വർണം അത് കാണാനില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം ഇപ്പോഴ് ഈ പറയുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന സ്പോൺസർ അത് 2019 എടുത്തുകൊണ്ട് പോയി അത് ചെന്നൈയിൽ കൊണ്ടുപോയി വിളക്കിച്ചു എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ചെന്നൈയിലെ അവർ പറയുന്നത് സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നത് ഞങ്ങൾ ചെമ്പിലാണ് അത് പൂശി കൊടുത്തത് എന്നാണ് പറയുന്നത്. ഒറിജിനൽ ചെമ്പിലാണ് പൂശി കൊടുത്തത് എന്നാണ് പറയുന്നത്. ആ പൂശി കൊടുത്തത് കൊണ്ടുവന്നാണ് ഇനി അത് തിരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോഴ് അവിടെ നിന്നും എടുത്ത ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും എടുത്ത വിജയമല്യ കൊടുത്ത സ്വർണം, ആ പതിപ്പിച്ച സ്വർണം അതെവിടെ പോയി എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. അതവിടെ കാണാനില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് ഈ മന്ത്രിയും ഈ പറയുന്ന ദേവസ്വം ബോർഡ്. അതിന് ആ സമയം തൊട്ടുള്ള ദേവസ്വം ബോർഡുകളും സർക്കാർ തന്നെയും അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. ആ സമയത്താണ് അവർ ഈ ഒളിച്ചുകളി നടത്തുന്നത്. ഇന്നലെ വി എൻ വാസവൻ, അദ്ദേഹം നിലവിലെ ദേവസ്വം മന്ത്രിയാണ്, അദ്ദേഹം പറഞ്ഞത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നില് വി ഡി സതീശൻ, അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാകുന്നില്ല. ഈ ആരോപണങ്ങൾക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോഴും കൊണ്ടുവന്നത് വി ഡി സതീശനാണെന്നാണോ, അതോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് 2019 മുതൽ ഇതെല്ലാം ജയിച്ചത് അദ്ദേഹത്തെ സ്പോൺസറായിട്ട് അവിടെ ഇറക്കിയതും അവിടുത്തെ സ്വർണ്ണമെല്ലാം വെട്ടിച്ചതും എല്ലാം ഈ വി ഡി സതീശന്റെ നിർദ്ദേശപ്രകാരമാണെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇത് രണ്ടാണെങ്കിലും അതാണ് പറയുന്നത്, ഇത് രണ്ടാണെങ്കിലും അങ്ങേയറ്റത്തെ വിഡ്ഢിത്തമാണ് വി എൻ വാസവൻ പറഞ്ഞിരിക്കുന്നത് എന്നതാണ് ഒരു നമുക്ക് പറയാനുള്ളത്. കാരണം സതീശൻ വിചാരിച്ചിട്ട് 2019 സതീശൻ ഒരു പ്രതിപക്ഷ MLA മാത്രമാണ് അദ്ദേഹം, അല്ലെ? ഇപ്പോഴാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവാകുന്നത്. അന്ന് അദ്ദേഹം പ്രതിപക്ഷ MLA മാത്രമാണ്. ആ ഒരു പ്രതിപക്ഷ MLA ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന ഉണ്ണികൃഷ്ണനെ കൊണ്ട് കളിച്ചു അല്ലെങ്കിൽ ചരട് വലിച്ചു കളിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ ചെയ്യാൻ ഒരു അവസരം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വാസവൻ ആ മന്ത്രിസ്ഥാനത്തിരിക്കാൻ യോഗ്യനാണ്. അയാളുടെ കീഴിലുള്ള ആ വകുപ്പില് പ്രതിപക്ഷ MLA ഇത്രയും സ്വാധീനം ഉപയോഗിച്ച് അങ്ങനെ കട്ടുകൊണ്ട് പോകാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാൻ ഒരു പ്രതിപക്ഷ MLAക്ക് കഴിയുമെങ്കിൽ ഈ മന്ത്രിസഭ, ഈ മന്ത്രിമാരെല്ലാം പിന്നെ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? അല്ല, അവരുടെ ആ ഒരു എന്താ പറയുക ജോലി, അതിനെക്കുറിച്ച് അവര് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. കാരണം പ്രതിപക്ഷത്തെ ഒരു സാധാരണ MLAക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. ഒരാളെ കൊണ്ടുവന്ന് ഒരു അവതാരത്തെ പറയുന്ന മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാണല്ലേ അവതാരങ്ങൾ, അധികാര ഇടനാഴികളുടെ അവതാരങ്ങളൊന്നും ഇനി ഉണ്ടാകില്ല എന്നൊക്കെ മുഖ്യമന്ത്രി വലിയ വായിൽ പറഞ്ഞതാണ്. അതിനിടയ്ക്കാണ് നിരവധി അവതാരങ്ങൾ പിന്നീട് വന്നത്. അപ്പോൾ അത്തരം ഒരു അവതാരത്തെ പ്രതിപക്ഷത്തെ ഒരു MLA കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള കളികളൊക്കെ കളിപ്പിക്കാമെങ്കിൽ ഞങ്ങളുടെ പണി എന്താണ്, പിന്നെ ഞങ്ങൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് എന്നൊരു ചോദ്യം സ്വയം ചോദിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. വാസവൻ സ്വയം ജനങ്ങൾക്ക് മുമ്പിൽ സമ്മതിച്ചു കൊടുക്കുകയാണ്, എന്നെ കൊണ്ട് ഈ കഴിവില്ല, ഞാൻ കഴിവ് കെട്ടവനാണ് എന്ന് വി എൻ വാസവൻ ജനങ്ങൾക്ക് മുന്നിൽ അടിയറവ് പറയുന്നതായിട്ടാണ് എനിക്ക് അത് കണ്ടപ്പോ തോന്നിയത്. അത് തന്നെയല്ലേ വാസ്തവം? അതാണ് സത്യം. ഞാനൊന്നിനും കൊള്ളത്തില്ല എന്ന് അദ്ദേഹം സ്വയം സമ്മതിക്കാൻ തുല്യമാണ് ഈ പറയുന്ന ആരോപണം പറയുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം വെറുതെ പറയുന്ന എല്ലാത്തിനെയും ഒരു തീർത്ഥം കൊടുക്കുന്ന പോലെ വി ഡി സതീശനെതിരെ ഒരു ആരോപണം ഉന്നയിച്ച് അദ്ദേഹം കൈ കഴുകാൻ നോക്കിയതായിരിക്കും. എന്തായാലും അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. നിലവിൽ ഈ വിഷയം വലിയ രീതിയിൽ കത്തി നിൽക്കുകയാണ്. അതിൽ നിന്നും മറയിടാനാണ്, അതിനൊരു മറയിടാനും ആ വിഷയം ശ്രദ്ധ തിരിക്കാനായിട്ട് പല നടപടികളും ഇപ്പോൾ സർക്കാർ നടത്തുന്നുണ്ട്. ഈ അയ്യപ്പ സംഗമമാണല്ലോ ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത്. ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് വിവാദമായി. അതിന് സമാന്തരമായിട്ടാണ് ഈ വിഷയങ്ങൾ ഓരോന്നും ഇങ്ങനെ ഓരോ ദിവസമായിട്ട് ഉയർന്നു വന്നുകൊണ്ടിരുന്നത്. വലിയ ചർച്ചയായിട്ട് മാറുന്നു. ആഗോള അയ്യപ്പ സംഗമത്തെക്കാളും ചർച്ചയായിട്ട് മാറിയത് പിന്നീട് ശബരിമലയുമായി ബന്ധപ്പെട്ട് സ്വർണ്ണപ്പാളി വിവാദമാണ്. അതിനിടയ്ക്കാണ് ഈ പറയുന്ന പോലെ എന്താണ് മോഹൻലാലിന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുത്തതിന്റെ പേരിൽ വലിയൊരു ചടങ്ങ് സംഘടിപ്പിച്ചു. പക്ഷെ അതും ഫ്ലോപ്പായി, അത് ചർച്ചയായില്ല. പിന്നീട് ഓരോ കാര്യങ്ങൾ ഗണേഷ് കുമാർ ആക്രിവർക്കലും ഒക്കെ നടത്തിക്കൊണ്ട് അവിടെ നിന്ന് വിഷയം മാറ്റി ഒരു ഷോമാനായിട്ട് മാറാൻ നോക്കി. അവിടെയും സംഭവമൊക്കെ പൊളിഞ്ഞു. അപ്പോഴും ഈ സംഭവങ്ങൾ ഓരോന്നും ഇവരിവിടെ താത്തു വെച്ച സംഭവങ്ങൾ ഓരോന്നും പൊങ്ങിക്കൊണ്ട് വരികയാണ്. ഇപ്പോഴും എന്താണ് പറയുക, മുഖ്യമന്ത്രി ഇനി ഇപ്പോഴും സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ നവകേരള ക്ഷേമ സർവേ എന്ന് പറഞ്ഞ പുതിയ ഒരു ഉടായ്പുമായിട്ട് ആൾക്കാരെ പറ്റിക്കാനായിട്ട് 80 ലക്ഷത്തോളം വീടുകളിൽ നേരിട്ടെത്തിക്കൊണ്ട് എന്തൊക്കെയോ അവരുടെ സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് തയ്യാറാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അതും ഇനിയിപ്പോൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് സർക്കാരിന്റെ ഒരു പരിപാടിയായിട്ട് നടത്താനുള്ള നീക്കമാണ്. ആ പേരും പറഞ്ഞ് കുറെ കാശ് കൂടി ഇതാക്കുക. അപ്പോൾ ഇതിന്റെയൊക്കെ മറവില് മറ്റേ സംഭവം, ഇത് ഞങ്ങൾ ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടിയൊക്കെ ഇറങ്ങിത്തിരിക്കുന്നു എന്നൊരു ഇതുണ്ടാക്കിക്കൊണ്ട് മറ്റേ സംഭവം ഈ പറയുന്ന ശബരിമല വിഷയ വിവാദം അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കം ഇങ്ങനെ ഓരോ ഉടായ്പകൾ ഇങ്ങനെ ഓരോ സമയത്ത് നടത്തുന്നുണ്ട്. അതൊന്നും പക്ഷേ വിലപ്പോകുന്നില്ല. ജനങ്ങൾക്ക് ഇതൊക്കെ തന്നെ അറിയാം. അവര് ഈ വിഷയം സജീവമായിട്ട് ചർച്ചയാക്കി നിർത്തുകയാണ്. മറുവശത്ത് പ്രതിപക്ഷം UDF വലിയ സമരവുമായിട്ട് മുന്നോട്ട്
പോകുന്നുണ്ട്. അപ്പോൾ ഇതിന് മറുപടി പറയാൻ ഈ സർക്കാർ ബാധ്യസ്ഥമാണ്, മുഖ്യമന്ത്രി ബാധ്യസ്ഥമാണ്, അന്വേഷണം നടക്കുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇവര് ഈ പ്രതിപക്ഷത്തായിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ ഇങ്ങനെ പോകുമോ? അല്ല, അവര് പറയുന്ന പോലെ മുഖ്യമന്ത്രിയുടെ തന്നെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് അവർ സെക്രട്ടേറിയറ്റ് വളയുകയും കേരളത്തിന് തന്നെ തീ വെക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് അവർ സമരം കൊണ്ടുപോയത്. അവരിപ്പോൾ പറയുന്നത് എന്തിനാണ് പ്രതിപക്ഷം ഇങ്ങനെ സമരം ചെയ്തത്, നിയമസഭ സ്തംഭിപ്പിക്കുന്നെങ്കിലും മുഖ്യമന്ത്രി ചോദിക്കുന്ന കേട്ടു. നിയമസഭയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് സ്പീക്കറെ മറച്ചത്, ബാനർ കൊണ്ട് സ്പീക്കറെ മറച്ചതാണ് വലിയ അപരാധമായിട്ടൊക്കെ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. തന്നെ മുഖ്യമന്ത്രി ഒരു പ്രതിപക്ഷത്തെ ഒരു MLA അദ്ദേഹത്തിന്റെ നീളക്കുറവ് വെച്ചുകൊണ്ട് പരിഹസിക്കുന്ന ഒരു പരാമർശം അദ്ദേഹം നടത്തി. ആ ബോഡി ഷേമിംഗ് ആണത്. മുഖ്യമന്ത്രി സഭയ്ക്കകത്താണ് നടത്തിയത്. അത് സഭാരേഖകളിൽ നീക്കം ചെയ്യപ്പെടുമെന്നാണ് അത് ചെയ്യേണ്ട കാര്യം കൂടിയാണ്. മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. കാരണം ഇടതുപക്ഷം എന്ന് പറയുന്നത് അങ്ങനെ അത്തരത്തിലുള്ള ബോഡി ഷെയ്മിംഗ് ഒന്നും നടത്താൻ ഇല്ല, പുരോഗമന പ്രസ്ഥാനം എന്ന് പറയുന്നവരാണ്. അദ്ദേഹം സഭയ്ക്കകത്ത് പ്രതിപക്ഷത്തെ MLA നീളക്കുറവിനെ പരിഹസിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. അത് ഇപ്പം തന്നെ വലിയ വിവാദമായിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രതിപക്ഷത്തിന്റെ സമരങ്ങളെയൊക്കെ തന്നെ എന്താ പറയുക, പുച്ഛിക്കുക. ഇവര് പണ്ട് ചെയ്തതൊക്കെ തന്നെ ഇവർക്ക് അറിയില്ലേ. അപ്പോൾ സമരത്തിന്റെ കാര്യങ്ങളൊന്നും ഇവര് പ്രതിപക്ഷത്തെ പഠിപ്പിക്കാനില്ല. ഈ ഒരു വിഷയത്തില് ഈ സമരമൊന്നും പോരാ എന്നാണ് ഇത് കാണുന്ന വിലയിരുത്തുന്നവരൊക്കെ തന്നെ പറയുന്നത്. പ്രതിപക്ഷത്തിന്റെ സമരം അത്ര ശക്തമല്ല എന്നാണ് വിമർശനം. അപ്പോഴാണ് സഭയിൽ ബാനർ ഉയർത്തി അല്ലെങ്കിൽ സ്പീക്കറുടെ മുഖം മറച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി വലിയ രീതിയിൽ രോഷത്തോടു കൂടിയാണ് പ്രതിപക്ഷത്തിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത്. അതൊന്നും തന്നെ വിലപ്പോകില്ല. ഈ മുഖ്യമന്ത്രി ഇതിന് മറുപടി പറയേണ്ടതാണെന്നേ. മുഖ്യമന്ത്രി ഈ സത്യം പറഞ്ഞാല് രാജിവെച്ച് പുറത്തു പോവുകയാണ് വേണ്ടത്. മുഖ്യമന്ത്രി രാജിവെച്ചാലും ഇല്ലെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ VD സതീശന്റെ മേൽ ഈ VN വാസവൻ ആരോപിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ആ സ്ഥാനത്തിരിക്കാൻ ആർക്കണില്ല. കേരളത്തിലെ ജനങ്ങളാണ് പറയുന്നത്. കേരളത്തിലെ ജനങ്ങൾ പറയുന്നു VN വാസവൻ മന്ത്രിസ്ഥാനം രാജിവെച്ച് പുറത്തേക്ക് പോവേണ്ടതാണ്.